ഹായ് ഗൈസ്, ഞങ്ങളെ ദുബായ് ട്രിപ്പിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ പാം ജുമൈരിൽ നിന്ന് നേരെ ശോഭ റിയാലിറ്റിയിൽ ട്രാംസ് വഴി എത്തി. ഇവിടുന്ന് നേരെ പോകുന്നത് മെട്രോ ട്രെയിൻ പിടിച്ചിട്ട് നേരെ ശോഭ റിയാലിറ്റിയിൽ നിന്ന് എന്താണ് പറയുക, എമിറേറ്റ്സ് മാളിലേക്കാണ് പോകുന്നത്. എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷൻ തന്നെയുണ്ട്. ഈ മാളിൻ്റെ അടുത്ത് തന്നെയാണ് എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് എമിറേറ്റ്സ് മാളിലേക്കുണ്ട്. ഇപ്പോൾ എന്തായാലും എമിറേറ്റ്സ് മാളിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ കൂടെ കാണിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എമിറേറ്റ്സ് മാളിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഗുഡ് ഈവനിങ്. ഞങ്ങളിപ്പോൾ ഉള്ളത് മാൾ ഓഫ് ദി എമിറേറ്റ്സിലാണ്. എമിറേറ്റ്സ് മാളിൽ തന്നെ മെട്രോ ഇറങ്ങിയിട്ട് അതിനോട് ചേർന്ന് തന്നെയാണ് ഈ മാൾ ഓഫ് ദി എമിറേറ്റ്സ് ഉള്ളത്. വലിയൊരു മാളാണ്. നമ്മുടെ നാട്ടിലെ ബഹറിലെ സിറ്റി സെൻറ്റർ അല്ലെങ്കിൽ മോഡ മാളുകളൊക്കെ വളരെ എക്സ്പെൻസീവായിട്ടുള്ള കുറേ ഷോപ്പുകളുള്ള വലിയൊരു മോള് തന്നെയാണ്. ഏതാണ്ട് 3 ഫ്ലോറിലായിട്ട് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഒരു ഡോമാകൃതിയിലാണ്. അതായത് നമ്മളെ ഷാർജ എയർപോർട്ടിൻ്റെയൊക്കെ ഒരു വ്യൂ തന്നെയാണ് ഇതിൽ കാണുന്നത്. എന്തായാലും ഇവിടുത്തെ ഒരു വലിയ ദുബായ് മാള് പോലെയുള്ള വലിയൊരു മോള് തന്നെയാണിത്. ഒരു ദിവസം ഫുള്ള് ഇതിൽ കറങ്ങിയാൽ പോലും ഇത് കണ്ടു തീരത്തില്ല. കുട്ടികൾക്കുള്ള റൈഡ്സുകളും അതുപോലെ തന്നെ കുറേ ഫാസ്റ്റ് ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ പെർഫ്യൂംസിൻ്റെ ഷോപ്പുകളും റോളക്സ് വാച്ചിൻ്റെ ഷോപ്പുകളും അങ്ങനെ എന്ത് പറയുന്ന നമ്മുടെ എല്ലാ തരത്തിലുള്ള ഐറ്റംസും കിട്ടുന്ന വളരെ എക്സ്പെൻസീവായിട്ടുള്ള കുറേ ഷോപ്പുകളുള്ള ഒരു മാളാണ് എമിറേറ്റ്സ് മാള്. മാൾ ഓഫ് ദി എമിറേറ്റ്സ് എന്ന് പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയൊരു ഏരിയയിൽ അല്ലെങ്കിൽ ഏക്കർ കണക്കിന് ഏരിയയിൽ ഒരു 3 ഫ്ലോറിലായിട്ട് കിടക്കുന്ന വലിയൊരു ഷോപ്പിംഗ് മാളാണ് മോൾ ഓഫ് ദി എമിറേറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് ഷോപ്പുകളുണ്ട്. നമുക്ക് 1 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം എടുത്താൽ പോലും ഇതിനകത്തുള്ള ഇത്രയും ഷോപ്പുകൾ നമുക്ക് വിസിറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത്രമാത്രം ഷോപ്പുകളാണ് ഇതിനകത്തുള്ളത്. നമ്മളിപ്പോൾ എന്തായാലും രാവിലെ ഇറങ്ങിയതാണ്. ഈ പാം ജുമേരയൊക്കെ കണ്ട് വളരെ ടയേർഡായിട്ടാണ് ഈ എമിറേറ്റ്സ് ഓഫ് ദ മാളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും ഷോപ്പുകൾ നമുക്ക് എന്തായാലും നടന്നു പോയി കാണുവാനോ അല്ലെങ്കിൽ ഇതൊക്കെ ഇതിനകത്തൊക്കെ കയറുവാനോ സാധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഒരുപാട് ഷോപ്പുകൾ ഇതിനകത്തേക്കൊണ്ട് ഒരു മനുഷ്യന് ആവശ്യമായ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ തരത്തിലുള്ള ഹൗസ് ഹോൾഡ് ഐറ്റംസും ഡെക്കോർ ഐറ്റംസും ഫർണിച്ചറുകളും അതുപോലെ തന്നെ ഗാർമെൻറ്റ്സുകളും സാൻഡൽസും കോസ്മെറ്റിക്സും എന്ന് വേണ്ട സകലവിധ ഐറ്റംസും കിട്ടുന്ന വലിയൊരു ദുബായിലെ വലിയൊരു ഷോപ്പിംഗ് മോൾ തന്നെയാണ് മോൾ ഓഫ് ദി എമിറേറ്റ്സ് എന്ന് പറയുന്നത്. ഇത് എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ് ഈ മോൾ ഓഫ് ദി എമിറേറ്റ്സ് സ്ഥിതി ചെയ്യുന്നത്. ഈ മെട്രോ സ്റ്റേഷനിൽ അകത്തുനിന്ന് തന്നെ ആക്സസ് ഇതിലേക്കുണ്ട്. എന്തായാലും വളരെ മനോഹരമായ ഒരു ഡോമാകൃതിയിലുള്ള റൂഫ് ടോപ്പാണ് ഇതിനുള്ളത്. ഒരുപാട് ആൾക്കാർ ഈ വൈകുന്നേര സമയങ്ങളിലേക്ക് ഈ മോൾ സന്ദർശിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനകത്ത് തന്നെ ഒരുപാട് കുട്ടികൾക്കുള്ള റൈഡ്സുകളും അതുപോലെ തന്നെ വളരെ ഫേമസ് ആയ സ്കൈ ദുബായ് സ്നോ പ്ലസ് പാസ് എന്ന് പറയുന്ന ഒരു റൈഡ്സും ഇവിടെ ഉണ്ട്. പക്ഷേ ആ റൈഡ്സിൽ നമുക്കിപ്പോൾ കയറാൻ പറ്റത്തില്ല. ഏകദേശം 28 BD-യാണ് അത് പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത്. എന്തോ മെയിൻ്റെനൻസ് കാരണം നേരത്തെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഒരുപാട് വലിയ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ പെയ്തിരുന്നത്. അതിൻ്റെ എന്തോ ഒരു മെയിൻ്റെനൻസ് കാരണം ഇപ്പോൾ തൽക്കാലത്തേക്ക് ആ റൈഡും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വലിയൊരു ഫുഡ് കോർട്ട്, ഒരു 3ാമത്തെ ഫ്ലോറും 2ാമത്തെ ഫ്ലോറിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ തന്നെ ഒരുപാട് ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് കിട്ടുന്നതും വെജിറ്റേറിയൻ കിട്ടുന്നതൊക്കെ ഇന്ത്യൻ ഡിഷസൊക്കെ കിട്ടുന്ന വലിയൊരു ഫുഡ് കോർട്ട് തന്നെയുണ്ട്. എന്തായാലും ഞങ്ങൾ ഒരു ഹൈദരാബാദി റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ഗ്യാസീബോ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അവിടെ ഹൈദരാബാദി ബിരിയാണിയും അതുപോലെ തന്നെ മറാഠി ബിരിയാണി ആദ്യമായിട്ടാണ് മറാഠി ചിക്കൻ ബിരിയാണി കഴിക്കുന്നത്. അപ്പോൾ ആ മറാഠി ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇനി അടുത്ത് പോകുന്നത് ഈ എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് അടുത്ത് പോകുന്നത് നേരെ ബുർജ് ഖലീഫയിലേക്കാണ്. അവിടെ ദുബായ് മാളും ബുർജ് ഖലീഫയും അതുപോലെ തന്നെ അക്വേറിയം കാര്യങ്ങളൊക്കെയാണ് ആ സ്ഥലത്തുള്ളത്. അതും കൂടി ഇന്ന് കവർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ദുബായിലെ ഞങ്ങളുടെ വിസിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഇതിന് മുന്നുള്ള എപ്പിസോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും. ഇത് 5ാമത്തെ എപ്പിസോഡാണ്. ദുബായിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഞങ്ങൾ 5ാമത്തെ എപ്പിസോഡാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ കണ്ടിന്യൂസ് എപ്പിസോഡുകൾ വരുന്നതായിരിക്കും. അതിന് നിങ്ങളെ സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവണം. എന്തായാലും ഇവിടെ സൈൻ ഓഫ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ